നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോവുക SWOT അനാലിസിസ് ആണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ആദ്യം SWOT അനാലിസിസ് എന്താ നമുക്ക് നോക്കാം. സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അനാലിസിസ് ഈസ് എ ടെക്നിക് സ്യൂട്ടബിൾ ഫോർ ഏർലി സ്റ്റേജസ് ഓഫ് ദ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്. അപ്പോൾ എന്താണ് SWOT അനാലിസിസ്? അതായത് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ നമുക്കൊരു ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ SWOT അനാലിസിസ് നടത്താൻ നേരത്ത് സ്ട്രെങ്ത്, കമ്പനിയുടെ എന്തൊക്കെയാണ് സ്ട്രെങ്തുകൾ, ഉദാഹരണം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല പല ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുകൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുകളുണ്ട്, അല്ലെങ്കിൽ നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കമ്പനിയിലുണ്ട്, തുടങ്ങി എന്തൊക്കെയാണോ ആ കമ്പനിയുടെ സ്ട്രെങ്തുകൾ, പോസിറ്റീവ്സ്. അപ്പോൾ കമ്പനിയുടെ സ്ട്രെങ്ത്സ് ആണ് അത്തരം കാര്യങ്ങൾ. ഇനി വീക്ക്നെസ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കമ്പനിയുടെ പോരായ്മകൾ എന്തൊക്കെയാണോ നിലവിലുള്ള പോരായ്മകൾ അത് കണ്ടെത്തുന്നു. അപ്പോൾ അതിലാണ് വീക്ക്നെസ് എന്ന് പറയുക. ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ കമ്പനിക്ക് എവിടെയൊക്കെ മാർഗങ്ങളുണ്ട്, അതായത് നിലവിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെ, ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമുള്ള മേഖലകൾ എവിടെയൊക്കെ. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുക. ഈ ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക്, അതായത് കമ്പനിക്ക് ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പം മാർക്കറ്റ് ആകാം, അല്ലെങ്കിൽ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ഡിഫക്റ്റുകളാകാം, അങ്ങനെ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആകാം, തുടങ്ങി എന്താണോ കമ്പനിയെ നിലവിൽ കമ്പനിക്കൊരു നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി, അതാണ് ത്രെറ്റ്സ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് വ്യക്തമായി കണ്ടെത്തിയിട്ട് അതിൻ്റെ ബേസിൽ നടത്തുന്ന അനാലിസിസ് ആണ് SWOT അനാലിസിസ്. അപ്പോൾ ആൽബർട്ട് ഹംഫ്രി is credited with the development of this method and has been found to be useful for all types of organizations across the globe. അതായത് നമുക്ക് എല്ലാ ഓർഗനൈസേഷൻസിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നു, അതല്ല എങ്കിൽ നമുക്കൊരു കമ്പനിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഏത് മേഖലയിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അനാലിസിസ് ആണ് SWOT അനാലിസിസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തൊക്കെയാണോ കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തുകൾ എന്തൊക്കെയാണോ അത് നോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ചെയ്യുന്നു, ദെൻ വീക്ക്നെസ്സുകൾ നോട്ട് ചെയ്യുന്നു, ത്രെറ്റ്സുകൾ നോട്ട് ചെയ്യുന്നു. ഇനി SWOT അനാലിസിസ് ഫോക്കസസ് ഓൺ ദ ഇൻറ്റേർണൽ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, കേപ്പബിലിറ്റി എന്താണ്, ആൻഡ് വീക്ക്നെസ് എവിടെയൊക്കെയാണ് പോരായ്മകളുള്ളതെന്ന് കണ്ടെത്തുന്നു, ആൻഡ് ദ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, അതോടൊപ്പം തന്നെ കമ്പനിയെ ബാധിക്കുന്നതായിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ത്രെറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു സമ്മറൈസ് ആൻഡ് ഇവാലുവേറ്റ് ദ ഇൻഫർമേഷൻ gathered on the organization's internal and external environment as part of the planning process. അപ്പോൾ ഒരു പ്ലാനിങ് ഫേസിൽ കമ്പനിയെ സംബന്ധിച്ചോളം ഇൻറ്റേർണലായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എക്സ്റ്റേണലായിട്ട് ആ കമ്പനിയെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ SWOT അനാലിസിസ് വഴി സാധിക്കും. അതായത് ഇൻറ്റേർണലായിട്ട് വരുമ്പം കമ്പനിയുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ കമ്പനിയുടെ വീക്ക്നെസ്സും അതിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഓപ്പർച്യൂണിറ്റീസുകളും അതുപോലെ തന്നെ ത്രെറ്റ്സുകളും, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെയും വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഡിസൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ ക്വാളിറ്റി പ്ലാൻ ചെയ്യാനും സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ടു ഡിസൈഡ് വെദർ ദെയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ അറ്റൈനബിൾ ഓർ നോട്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹെൽപ്സ് organizations to decide whether their goals and objectives are attainable or not. അതായത് SWOT അനാലിസിസ് നടത്തുന്നതിലൂടെ നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തത ഉണ്ടാകും. വെദർ ദെയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ അറ്റൈനബിൾ ഓർ നോട്ട്, നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ അനാലിസിസിലൂടെ സാധിക്കുന്നു. ഇൻ കേസ് ദ റിസൾട്ട് ഓഫ് SWOT അനാലിസിസ് project the goals as unattainable, managers can quickly formulate alternate goals. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ നിലവിലത്തെ സാഹചര്യം വെച്ച്
ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് SWOT അനാലിസിസ് നമ്മൾ നോക്കുന്നു. അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഗോള് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ഓഫ് SWOT അനാലിസിസ്: സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നമുക്കിനി ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് എലമെൻ്റ് ആണ് സ്ട്രെങ്ത്. An organization's strength may come from its resources, people, products, potentials, capacities, practices, programs. ഉദാഹരണം, ഒരു കോളേജ്, നമ്മളിപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ ആ കോളേജിനെ സംബന്ധിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടുത്തെ സംബന്ധിച്ച് അപ്പോൾ ആ ഒരു കോളേജിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്ട്രെങ്താണ്, ലൈബ്രറി ഒരു സ്ട്രെങ്താണ്, പിന്നെ ഫാക്കൽറ്റീസ് അതും വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PhD പോലുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഉള്ളു എന്നുള്ളത് ആ ഒരു കോളേജിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ട്രെങ്താണ്. അങ്ങനെ തുടങ്ങി ഒരു വെൽ മാനേജ്മെൻറ്റ് സിസ്റ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെയും സ്ട്രെങ്തുകളാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആ കമ്പനിയിൽ എത്രത്തോളം R&D ഡിപ്പാർട്ട്മെൻറ്റ് വലുതാണ്, മീൻസ് എത്രത്തോളം അത് എക്സ്പെർട്ടൈസ്ഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും വർക്കേഴ്സ് എത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് നമുക്ക്, തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഓരോ പോസിറ്റീവുകളും സ്ട്രെങ്തുകളാണ്. In this, the strength of people may include the unique knowledge, skills and abilities of the employees that provide competitive advantage to an organization. എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്. അതായത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിക്കോട്ടെ, അപ്പോൾ അവരൊക്കെ ഉള്ളതും ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ സ്ട്രെങ്താണ്. ഇനി ഇത് കോളേജിനെ സംബന്ധിച്ചാകുമ്പം അവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, ലാബ് സ്റ്റാഫുകൾ തുടങ്ങി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് എങ്കിൽ അത് ഒരു അസറ്റാണ്, സ്ട്രെങ്താണ് ആ കോളേജിനെ സംബന്ധിച്ച്. ഇനി വീക്ക്നെസ്: internal factors that cause obstacles to the growth of an organization. Obstacles to the growth of an organization are its weakness. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നതായ ഘടകങ്ങൾ എന്തൊക്കെയാണോ അതാണ് വീക്ക്നെസ്സുകൾ. റിസോഴ്സ് കൺസ്ട്രെയിൻസ്, അൺകോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ്, ഹൈ ആബ്സെൻറ്റിസം ആൻഡ് ലേബർ ടേൺ ഓവർ, പുവർ കോമ്പറ്റീവ്നെസ്, ആബ്സെൻസ് ഓഫ് എംപ്ലോയി ട്രെയിനിങ്, എക്സെട്ര എക്സെട്ര. അതായത് എംപ്ലോയി സഹകരിക്കുന്നില്ല, എന്നും എംപ്ലോയി ബഹളങ്ങളാണ്. അതുപോലെ തന്നെ എന്നാ പറയുന്നത്, മാനേജ്മെൻറ്റ് കോപ്പറേഷൻ ഇല്ലാതെ വരിക. ഇനി കൺട്രോൾ ചെയ്യുന്ന എഫക്റ്റീവായിട്ടൊരു കൺട്രോളിങ് മെക്കാനിസമോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടൊരു മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇല്ല, എംപ്ലോയി ട്രെയിനിങ് എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല, തുടങ്ങി എന്തൊക്കെയാണോ അവിടുത്തെ നെഗറ്റീവ്സുകൾ അതെല്ലാം വീക്ക്നെസ്സുകളാണ്. ഇനി ഓപ്പർച്യൂണിറ്റീസ്: ദിസ് മേ ഇൻക്ലൂഡ് പോസിറ്റീവ് സിറ്റുവേഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ബിസിനസ് ഓഫ് ദ ഓർഗനൈസേഷൻ but remain outside its control. Organizations usually seek to benefit from these opportunities by formulating new goals or modifying the existing goals. ഉദാഹരണം, മാർക്കറ്റിലുണ്ടായ ഒരു പുതിയ ട്രെൻഡ് എന്ന് കരുതുക. അപ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് പുതിയൊരു പ്രോഡക്റ്റ് കമ്പനി ഇറക്കി, അത് സക്സസ് ആയി, അത് ആൾക്കാർക്കിടയിൽ വൺ ഹിറ്റായി മാറി എന്ന് കരുതുക, അല്ലെങ്കിൽ ജനങ്ങൾ അത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതുക, കസ്റ്റമേഴ്സ് കൂടുതൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ എവിടെയാണോ എക്സ്റ്റേണലായിട്ട് കമ്പനിക്ക് ഉയരാൻ സാധിക്കുന്നതായ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അതേ കയറി പിടിക്കുക. ഉദാഹരണം, കച്ചിത്തുരുമ്പി കയറി പിടിക്കുക എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ മാർക്കറ്റിലുണ്ടാകുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കിയിട്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിന് സക്സസ് ആകാൻ സാധിക്കുന്നു എന്ന് തോന്നുന്ന ഒരു പുതിയ മേഖല വന്നു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, ആ രീതിയിലേക്ക് ഗോളുകൾ സെറ്റ് ചെയ്യുക. ഈ പറയുന്ന പോലെ ബെനഫിറ്റ് ഫ്രം ദീസ് ഓപ്പർച്യൂണിറ്റീസ് by formulating new goals or modifying the existing goals. അപ്പോൾ ഔട്ട്സൈഡ് ആയിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്ത് വളരാൻ സാധിക്കുക. ഇപ്പോൾ ഔട്ട്സൈഡായിട്ട് മറ്റൊരു കമ്പനി തകർന്നു പോയി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ കമ്പനിക്ക്
അതൊരു ഗുണമാണ് എങ്കിൽ അത് വെച്ചുകൊണ്ട് അത് വളരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാർക്കറ്റിൽ മറ്റേതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു രീതിയിൽ ഫീച്ചേഴ്സ് ഒന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അട്രാക്റ്റീവായി മാറി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ പ്രോഡക്റ്റിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തോ അല്ലെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് വീണ്ടും മാർക്കറ്റ് കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക. എന്നിരുന്നാലും ആ ഓപ്പർച്യൂണിറ്റി എന്താണോ, വളരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണോ കമ്പനിക്ക് നിലവിലുള്ളത്, ആ എക്സ്റ്റേണൽ ഫാക്ടർ എന്താണോ അതിനെ കണ്ടെത്തി വളരുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ന്യൂ ഗവൺമെൻറ് പോളിസീസ്, ന്യൂ മാർക്കറ്റ്സ്, എക്സിറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, availability of new technology, change in interest rate and change in population characteristics are some of the external opportunity. ഉദാഹരണം, പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്നതും അപ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാൽ കമ്പനിക്ക് നിലവിലുള്ള ഡിഫക്റ്റിൻ്റെ റേഷ്യോ കുറയ്ക്കാം അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാമെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നു. ഇനി അതല്ല പുതിയ മാർക്കറ്റിലേക്ക് പോയി അവിടെ കോമ്പറ്റീഷൻസ് കുറവാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവിടെ പിടിച്ച് കയറുക. അപ്പോൾ അത്തരത്തിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ആ ഓപ്പർച്യൂണിറ്റീസുകളെ കണ്ടെത്തുക, സോർട്ട് ചെയ്യുക, ലിസ്റ്റ് ചെയ്തിട്ട് അനാലിസിസിന് വിധേയമാക്കി ദെൻ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. അടുത്തതാണ് ത്രെഡ്സ് ആർ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ദാറ്റ് ക്യാൻ ഡയറക്ട്ലി ആൻഡ് നെഗറ്റീവ്ലി അഫക്ട്സ് ദ ബിസിനസ് ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ്റെ വളർച്ചയെ ബാധിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓർഗനൈസേഷൻസ് നോർമലി ഹാവ് ലിറ്റിൽ ഓർ നോ കൺട്രോൾ ഓവർ ദീസ് ഡെവലപ്മെൻറ്റ്സ് ദാറ്റ് മേ പോസ് ഡേഞ്ചർ ടു ദെയർ സർവൈവൽ ഓർ ഗ്രോത്ത്. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരാം, പറ്റിയില്ലെന്ന് വരാം. അങ്ങനെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കമ്പനിയെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സ് ഇറക്കുന്ന കമ്പനി എന്ന് കരുതുക. അപ്പോൾ ആ കമ്പനിയുടെ വേസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ആ വേസ്റ്റ് കൂടുന്നത് മൂലം അപ്പോൾ കമ്പനി അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ പ്രതിഷേധം ഉയർത്തി കമ്പനി പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എന്ന് കരുതുക. അപ്പോൾ അത്തരത്തിലൊരു എക്സ്റ്റേണൽ ഫാക്ടർക്ക് മൂലം കമ്പനി നിലനിൽപ്പില്ലാതെ പൂട്ടുക എന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ത്രെറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ ബിസിനസ് സ്ട്രാറ്റജി വന്നു, അതായത് മറ്റ് കോമ്പറ്റീറ്റേഴ്സൊക്കെ പുതിയ ടെക്നോളജീസ് വെച്ച് വളരുന്നു, പക്ഷെ അതിനനുസരിച്ച് കമ്പനിക്ക് വളരാൻ സാധിക്കാത്തൊരു കേസ് വന്നു കയറുന്നു. എന്നുവെച്ചാൽ കമ്പനി പോകുന്ന ഓൾഡ് വേ തന്നെ പോകുന്നു, ബട്ട് കോമ്പറ്റീഷൻസ് വന്നു മാർക്കറ്റിൽ. മറ്റ് പല ബ്രാൻഡുകളും അല്ലെങ്കിൽ മറ്റ് പല കമ്പനികളും അവരുടെ പുതിയ ഫീച്ചേഴ്സിൽ പ്രോഡക്റ്റുകൾ ഇറക്കി വന്നപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ച് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ കമ്പനിക്ക് പുതിയ ടെക്നോളജികളോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ കമ്പനിക്ക് നിലനിൽപ്പില്ലാതെ വരുന്നു. അങ്ങനെ കമ്പനി നിർത്തിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ത്രെറ്റിന് കാരണങ്ങളൊക്കെ നോക്കാം. അഡോപ്ഷൻ ഓഫ് ന്യൂ ബിസിനസ് സ്ട്രാറ്റജി ബൈ ദ കോമ്പറ്റീറ്റേഴ്സ്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, എൻട്രി ഓഫ് ഓവർസീസ് കോമ്പറ്റീറ്റേഴ്സ്, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ, എക്കണോമിക് സ്ലോ ഡൗൺ തുടങ്ങി ഇതെല്ലാം കമ്പനിയെ സംബന്ധിച്ച് ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല കമ്പനികളും നിർത്തിപ്പോകുന്നതിന് വരെ കാരണം ചിലപ്പോൾ മറ്റു പല കോമ്പറ്റീഷൻ മൂലമാകാം. അപ്പോൾ അവർ അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ കൂടുതൽ ഫീച്ചേഴ്സിൽ കുറഞ്ഞ വിലയ്ക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് വരുമ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലും അങ്ങോട്ട് പോകാനും അപ്പോൾ അതുമൂലം ഇവർക്ക് റൺ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നെന്നും വരാം. അങ്ങനെ കമ്പനിയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കാം, കമ്പനി ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാം. ഇനി വെൻ പ്രിപ്പയറിംഗ് എ SWOT analysis, typically a table is created, split into 4 cells in order to see each impacting element side by side for comparison. നമ്മൾ ആദ്യം കണ്ടിരുന്നു SWOT അനാലിസിസിൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് ഇതെല്ലാം നമ്മൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് എഴുതി ഓരോന്നിലും എന്തൊക്കെ വരുന്നു എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് SWOT ഈസ് നെസസറി സിൻസ് സബ്സീക്വൻറ്റ് സ്റ്റെപ്സ് ഇൻ the process of planning for the attainment of the intended objective may be derived from the SWOT analysis. അപ്പോൾ കറക്റ്റായിട്ട് SWOT analysis ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം കമ്പനിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാകുന്നു, അപ്പോൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് മനസ്സിലാകുന്നു, ഇനി കമ്പനിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു ത്രെഡ്സിലൂടെ. ഇനി ഓപ്പർച്യൂണിറ്റീസ് വളരാനുള്ള സാധ്യതകൾ എവിടെയുണ്ട് അതിനെ
യൂട്ടിലൈസ് ചെയ്യണോ വേണ്ടോ തീരുമാനം എടുത്തുകൊണ്ട് കമ്പനിക്ക് വേണമെങ്കിൽ വളരുക ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ കമ്പനിയുടേതായ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ കമ്പനികൾക്ക് നിലപാടെടുക്കാൻ സാധിക്കുന്നു. ഇനി അടുത്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. നമ്മളോട് പറഞ്ഞതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് സെറ്റ്സ് ദ ലോങ് ടേം ഡയറക്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഇറ്റ് വാണ്ട്സ് ടു പ്രൊസീഡ് ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം റണ്ണിന് വേണ്ടി കമ്പനി പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. Strategic planning is the process by which an organization answers such questions as the following: who are we? Where are we going? How will we get there? What do we hope to accomplish? What are our strengths and weaknesses? What are the opportunities and threats in our business environment? അപ്പോൾ ഈ കാര്യങ്ങൾ അടങ്ങുന്ന, അപ്പം നമ്മൾ എന്ത് പ്രോഡക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഫ്യൂച്ചർ എന്താണ് തുടങ്ങിയ എല്ലാത്തിനെയും കുറിച്ചൊരു വ്യക്തമായ പ്ലാനിങ്. ആ പ്ലാനിങ്ങിൽ ലോങ് ടൈം ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കേസിൽ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷണൽ കൾച്ചറിനെ കുറിച്ച് കാണും. താങ്ക് യു.